വർക്കല നഗരസഭാ ജീവനക്കാർ ഒന്നടങ്കം മിന്നൽ പണിമുടക്കിൽ. ജീവനക്കാർക്ക് ജോലി ചെയ്യുന്നതിന് സംരക്ഷണം ഉറപ്പുവരുത്തുക. ജീവനക്കാർക്ക് ജോലി ചെയ്യുന്നതിന് സംരക്ഷണം ഉറപ്പുവരുത്തുക. ജീവനക്കാരുടെ പ്രതിഷേധം പ്രതിഷേധം ജീവനക്കാരുടെ പ്രതിഷേധം ജീവനക്കാരുടെ പ്രതിഷേധം ജീവനക്കാരുടെ പ്രതിഷേധം വർക്കലയിലെ ടൂറിസം മേഖലയായ പാപനാശം ക്ലിഫ് മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കൗൺസിലർമാർ വളരെ മോശമായി ഉദ്യോഗസ്ഥരോട് പെരുമാറിയെന്നാരോപിച്ചാണ് ജീവനക്കാർ ഒന്നടങ്കം ഒരു ദിവസത്തെ മിന്നൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില മോശമായ ഇടപാടുകൾ, മോശമായ പെരുമാറ്റം, ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ വരെ എത്തുന്ന ചില സാഹചര്യം 2 ദിവസം കൂടെ ഉണ്ടായി, കഴിഞ്ഞ വർക്കിംഗ് ഡേയിലൂടെ ഉണ്ടായി. അതിനെതിരെ ജീവനക്കാരെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു അനധികൃത നിർമ്മാണവുമായി അതിനെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലാണ് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഒരു നഗരസഭയ്ക്ക് ഒരു അനധികൃത നിർമ്മാണത്തിനെതിരെ ശരി, ഏതിനായാലും ശരി, നിയമപരമായ ചില നടപടികൾ കൂടി മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ അത് ഉടനെ തന്നെ എത്രയും വേഗം നടപടി എടുക്കണം എന്ന് നിർബന്ധപൂർവ്വം ജീവനക്കാരെ നിർബന്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഒരുപക്ഷെ ജീവനക്കാർക്ക് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇന്ന് തന്നെ ആ നടപടി സ്വീകരിക്കണം എന്ന നടപടി ഉണ്ടാവുകയും അതിനെതിരെയാണ് ജീവനക്കാരെ വളരെ മോശമായി ജീവനക്കാർക്ക് എതിരെ പെരുമാറുകയും ചെയ്യുന്നു. ജീവനക്കാർക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ നിയമവും ചട്ടങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരെ ആ സംരക്ഷണം നമുക്ക് നഗരസഭയിൽ ഉറപ്പുവരുത്തണം. നഗരസഭയിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരോടും എഞ്ചിനീയറോടും നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാരോടും മോശമായി പെരുമാറിയെന്നും വനിതാ ജീവനക്കാരിയെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അസഭ്യം വിളിക്കുകയും കയ്യേറ്റ ശ്രമമുണ്ടായെന്നും ആരോപിച്ചാണ് ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുന്നത്. എല്ലാ വിഭാഗം ജീവനക്കാരും നഗരസഭാ കവാടത്തിന് മുന്നിൽ സമരം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി വർക്കല നഗരസഭാ ചെയർമാനും നൽകിയിട്ടുള്ളതായും സമരക്കാർ അറിയിച്ചു. നമുക്കറിയാം, ഞാൻ ഈ ഓഫീസിൽ ഒത്തിരി അധികം നാൾ ജോലി ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. ഇവിടെ മുൻപും ഇത്തരത്തിൽ ജീവനക്കാർക്കെതിരെ ശക്തമായ തെറ്റായ നടപടികൾ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി. വ്യാപകമായത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്ന തരത്തിൽ വർക്കല നഗരസഭയിൽ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നൊരു സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നഗരസഭയിൽ അങ്ങനെയല്ല. ഇപ്പോൾ ജീവനക്കാർക്ക് സന്തോഷമായിട്ട് സുഖകരമായും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ സാഹചര്യത്തിലാണ് വീണ്ടും കൗൺസിലർമാരുടെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, എല്ലാ കൗൺസിലർമാരും ഇല്ല, ചില കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് മാത്രം ജീവനക്കാർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ ജീവനക്കാരുടെ ഭാഗത്ത് ജോലി ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തി ഞങ്ങളെ കൊണ്ട് ആ ജോലി കൃത്യമായി ചെയ്യിക്കുന്നതിന് ഇവിടുത്തെ കൗൺസിലിനും കൗൺസിലർമാർക്കും ചെയർമാൻ അടക്കമുള്ള കൗൺസിലിന് അധികാരമുണ്ട്. ആ അധികാരത്തെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതിനനുസരിച്ച് ജോലി ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഇവിടെയുള്ള ഏത് നടപടികൾ, ഏത് നഗരസഭ ചെയ്യുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ, നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതനുസരിച്ച് ജോലി ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. പക്ഷേ അത് ചെയ്യിക്കുന്നതിനൊരു രീതിയുണ്ട്. ഇതങ്ങനെയല്ല. ഇത് വന്നിട്ട് വളരെ ഉയർന്ന മുനിസിപ്പൽ എഞ്ചിനീയറെ പോലെ ഇത്രയും ഉയർന്ന തലത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ചെയ്യടാ, എടാ, പോടാ, കേരടാ, വേടാ എന്നൊക്കെ പറഞ്ഞ് എടാ, പോടാ എന്ന് വിളിക്കാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? അങ്ങനെ തരത്തിൽ ജോലി ചെയ്യിക്കേണ്ട അങ്ങനത്തെ ആരുടെയും കീഴ്വിട്ടവരല്ല ഞങ്ങളെല്ലാം ടെസ്റ്റ് എഴുതി സർക്കാർ നിർദ്ദേശിച്ചുള്ള മാനദണ്ഡ പ്രകാരമുള്ള പരീക്ഷ എഴുതി, മത്സര പരീക്ഷ എഴുതി ജോലി കിട്ടി ഓഫീസിലേക്ക് ജോലി ചെയ്യാൻ വന്നവരാണ്. അല്ലാതെ ഇവരുടെ ആരുടെയും അടിമകളായിട്ട് വന്നവരല്ല. ഇവരുടെ ആരുടെയും വീട്ടുകളിൽ നിന്ന് ശമ്പളം പൈസ കൊണ്ടുവന്നല്ല ഞങ്ങൾക്ക് ആർക്ക് ശമ്പളം തരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഞങ്ങളെ ജോലി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞങ്ങൾ ജീവനക്കാർ ഒന്നിച്ച് പറയുന്നു, ആ വെള്ളം വാങ്ങി വെച്ചിരുന്നാൽ മതി. അത് നടക്കത്തില്ല. നമ്മളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ഞങ്ങൾ അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞങ്ങൾ ജോലി ചെയ്യാതിരിക്കാനല്ല വന്നത്, ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട എന്നും അല്ല പറയുന്നത്. പക്ഷേ മര്യാദയ്ക്ക് ഞങ്ങളോട് സംസാരിക്കാൻ മുനിസിപ്പൽ എഞ്ചിനീയറെ പോലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പോലും എടാപോടാന്ന് വിളിക്കുക, വനിതാ ഉദ്യോഗസ്ഥരോട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക. ഇതൊക്കെ എവിടെ നടക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു പരിഷ്കൃത ഈ ഒരു സമകാലിക കാലഘട്ടത്തിൽ എവിടെയാണ് നടക്കുന്നത്? ഇതൊക്കെ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ജീവനക്കാരായ നമ്മളും അഭിമാനമുള്ളവരാണ്. നമ്മളാരും തന്നെ മോഷ്ടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിറമാലിൽ കൂടെ ഒന്ന് ജോലിക്കുന്നവരല്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ജോലി ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്ര ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. മാന്യമായും മര്യാദയ്ക്കും നമ്മുടെ ആത്മാഭിമാനത്തിന് പോറ കേൾക്കാത്ത രീതിയിലൂടെ ഒന്ന് ജോലി ചെയ്യാനുള്ള ഒരു അവസരം മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ.
അത്തരത്തിലൊരു സാഹചര്യം ഇല്ല എങ്കിൽ ഈ പ്രതിഷേധം ഇന്നിപ്പോൾ നമ്മൾ ഒരു ദിവസം മാത്രം പണിമുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളെ കൊണ്ട് മുമ്പോട്ട് ഇതേണക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാകരുത്. ഇത് ഇവിടുത്തെ ഭരണസമിതിയോടും നമുക്കുള്ള ഒരു അഭ്യർത്ഥനയാണ്. ബീക്കൺ ന്യൂസ്, വർക്കല.